കണ്ണൂരിൽ വീണ്ടും വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ. ഫ്ലെക്സ് ബോർഡ് കൊണ്ട് ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. തൊടുപുഴയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. പട നയിച്ചവൻ നാട് നയിക്കും എന്നാണ് തൊടുപുഴയിൽ ഉയർന്നത്. ഇപ്പോൾ നിയുക്ത കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ്. പണി കൊടുക്കുകയാണോ അതോ ശ്രദ്ധയിൽപ്പെടുത്താനാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിലെ വാചകം. ശ്രീകണ്ഠപുരം കൊട്ടൂർ വയൽ ബസ് സ്റ്റോപ്പിന് സമീപത്താണ് ഫ്ലെക്സ് ബോർഡ് വെച്ചത്. കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വരുന്നത് പണിയാണോ അതല്ല ഇത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നീക്കമാണോ? അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ വേണ്ടി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പോരെ എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ തരത്തിൽ തങ്ങളുടെ നേതാവാണ് മുഖ്യമന്ത്രിയാവാൻ കൂടുതൽ യോഗ്യൻ എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളും ചില പാർട്ടികളും ചില പത്രപരസ്യങ്ങളും ഒക്കെ ഇറക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് കൊട്ടൂർ വയൽ, ശ്രീകണ്ഠപുരം കൊട്ടൂർ വയൽ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രിയിലാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ, അതായത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ ഫ്ലക്സ് ബോർഡുകൾ വരികയും ചെയ്തത്. അതിലെ വാചകം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ്. അതായത് ഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ചു, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആരാവണമെന്ന് ഉറപ്പിച്ചു. നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലേക്ക് മുഖ്യമന്ത്രിയാവാൻ കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് വി.ഡി. സതീശനാണ് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുക എന്നുള്ളതായിരിക്കണം ഇത്തരം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള, അല്ലെങ്കിൽ അതിൽ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യവും. എന്തായാലും വി.ഡി. സതീശനെ അനുകൂലിച്ച് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മാടായിൽ ഇതുപോലെ തന്നെ ഒരു ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ശ്രീകണ്ഠപുരം കൊട്ടൂർ വയലിലും ഇത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ മാടായിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നപ്പോൾ അതിനകത്ത് അവിടെയുള്ള മാടായി കൂട്ടായ്മ, അതായത് അവിടെയുള്ള ഒരു ജനകീയ കൂട്ടായ്മയുടെ പേരിലായിരുന്നു. പക്ഷേ ശ്രീകണ്ഠപുരത്തേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസ് കമ്മിറ്റി, അതായത് കൊട്ടൂർ വയലിലെ കോൺഗ്രസ് കമ്മിറ്റി എന്ന പേരിൽ തന്നെയാണ് അവിടെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആരാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവർ തന്നെയായിരിക്കും. ഒരു പക്ഷേ അരുൺ പറഞ്ഞതുപോലെ പണി കൊടുക്കാൻ, അതായത് ഭരണം കിട്ടിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും എല്ലാ കുറ്റവും വി.ഡി. സതീശൻ്റെ തലയിലേക്കിടാം എന്ന് കരുതുന്നവരുമായി കൂടാ എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാവുന്നതാണ്. എന്തായാലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ റിസൾട്ടിന് കാത്തു നിൽക്കുകയാണ്. എന്തായിരിക്കും ഫലം, അതിനുശേഷം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ഇപ്പോഴും ഒരു ആകാംക്ഷയെ നിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ഭാഗത്ത് ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തങ്ങളുടെ നേതാവാണ് ഇതിന് ഏറ്റവും കൂടുതൽ യോഗ്യൻ എന്ന തരത്തിൽ ഒരു പ്രചരണം നടക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഡോക്ടർ അരുൺ, ഓക്കെ, ആരാ നിങ്ങളുടെ നേതാവ്? വി.ഡി. ഞങ്ങളുടെ നേതാവ്, ആർ.സി. ഞങ്ങളുടെ നേതാവ്, കെ.സി. ഞങ്ങളുടെ നേതാവ്. നേതാക്കന്മാർ ഒരുപാടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ പണി കൊടുക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതേപോലെയുള്ള ഫ്ലെക്സുകളും പരസ്യ പ്രതികരണങ്ങളും ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വി.ഡി. സതീശന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നതൊരു പണിയാണ്. കാരണം ഇതൊക്കെ ഹൈക്കമാൻഡ് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡും വി.ഡി. സതീശനും നമ്മൾ ഇരിപ്പുവശം പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ മതി. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ തെറിച്ചു പോകാൻ. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് സംയമനം പാലിക്കണം. നടക്കണം 48 മണിക്കൂർ നേരം. റിസൾട്ട് വരട്ടെ. 48 മണിക്കൂർ കഴിയുമ്പോൾ 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുന്ന ഈ സമയം ആദ്യത്തെ ഫലസൂചനകൾ വന്നു തുടങ്ങും. അതിനുശേഷം പോരെ ഫ്ലെക്സും പൂച്ചെണ്ടും ബൊക്കയും ഹാരവും ഒക്കെ. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരു പണിയാണ് എന്നൊരിക്കൽ കൂടി പറയട്ടെ. കാരണം ഇതൊക്കെ ഹൈക്കമാൻഡ് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും അച്ചടക്കത്തോടു കൂടി ഇരിക്കേണ്ട സമയമാണ്. റിസൾട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം.